പത്തനംതിട്ടയിൽ 13 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി കേൾക്കേണ്ടി വന്ന ക്രൂരപീഡനം അതിൽ ഇന്നലെ അമ്മയും അമ്മയുടെ ആൺസുഹൃത്തും പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മംഗലാപുരത്ത് വെച്ചിട്ടാണ് ഇവർ പോലീസിന്റെ പിടിയിലായത്. സുജു ടി ബാബു വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സുജു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിനിഷ. ഗുഡ് മോർണിംഗ് സുജു. ഇതിലൊരു വല്ലാത്തൊരു ഞെട്ടിപ്പിക്കുന്ന, എല്ലാം അങ്ങനെ തന്നെയാണ് ഓരോ തരത്തിലും വന്നുകൊണ്ടിരിക്കുന്നത്, പല ഭാഗത്തു നിന്ന് വരുന്ന വാർത്തകൾ. പക്ഷേ ഇതിലെല്ലാം നടപടികൾ ശക്തമായി ഉണ്ടാകുന്നുണ്ട് എന്നുണ്ട്. പക്ഷേ മനുഷ്യരുടെ മനോഭാവത്തിൻ്റെയും കാഴ്ചപ്പാടിൻ്റെയും ഒക്കെ പ്രശ്നം അത് വേറെ തന്നെ കാണേണ്ടത് കൂടിയാണ്. ഈ കേസിൻ്റെ പുതിയ ഡെവലപ്മെൻറ്റ്സ് പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് സുജു? ശരത്, ഈ കേസിൽ ഇപ്പോൾ പെൺകുട്ടിയുടെ CWC കൊടുത്ത മൊഴിയുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ഈ അമ്മയുടെ ഒത്താശയോടെ പത്തനംതിട്ട ജില്ലയിലെ ലോഡ്ജിൽ വെച്ച് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഈ പെൺകുട്ടി ഉറങ്ങിക്കിടക്കുമ്പോൾ അമ്മ ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് ഈ പ്രതിക്കൊപ്പം ലോഡ്ജിലെത്തുകയും ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ കട്ടിൽ നിന്ന് വലിച്ചു താഴെയിട്ട ശേഷമാണ് ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതായത് സ്വന്തം അമ്മ തന്നെ ഇത്തരം ഒരു ക്രൂരകൃത്യത്തിന് കൂട്ടുനിൽക്കുന്ന. മറ്റൊരു കാര്യം, ഇന്നലെ ഈ പ്രതി ജയമോഹനെ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ എടുക്കുമ്പോൾ ജയമോഹൻ വിളിച്ചു പറയുന്ന കാര്യം പെൺകുട്ടിക്ക് 13 വയസ്സല്ല 15 വയസ്സെന്ന. അതായത് പ്രതി കുറ്റകൃത്യം നടത്തിയില്ലെന്നല്ല, പെൺകുട്ടിയുടെ പ്രായത്തെ ചൊല്ലി പ്രതി ചില അവകാശവാദം ഉന്നയിക്കുന്ന അത്ര നിന്ദ്യമായ ക്രൂരകൃത്യമാണ് പ്രതി ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ പെൺകുട്ടിയുടെ അമ്മ ഈ പ്രതിയുമായി ആൺസുഹൃത്തുമായി സൗഹൃദത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇയാൾ 11 കേസുകളിലെ പ്രതിയാണ്. അതിലൊന്ന് കൊലപാതക കേസിലാണ്, 3 ബലാത്സംഗ കേസ്, അതിലൊന്ന് പോക്സോ കേസുമാണ്. അത്ര പോക്സോ കേസിൽപ്പെട്ട ഒരു പ്രതിയുമായി തന്നെ സൗഹൃദത്തിൽ ഏർപ്പെടുന്നു. സ്വന്തം മകളെ ഈ പ്രതിക്ക് ഇരയാക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്ന ഒരു അമ്മയും. എന്തായാലും പത്തനംതിട്ട പോലീസുകാർ സൂചിപ്പിച്ച പോലെ കേസിൽ ശക്തമായി അന്വേഷണം നടത്തുകയും ഇവർ മംഗലാപുരത്തേക്ക് കടക്കുകയായിരുന്നു. ഈ അന്വേഷണം അറിഞ്ഞുകൊണ്ട് അവിടെ പോയി 2 ദിവസം താമസിച്ചുകൊണ്ടാണ് പോലീസ് പ്രതികളെ കൂടിയത്. ഇത് മാത്രമല്ല, നമുക്ക് കഴിഞ്ഞ ദിവസങ്ങൾ ഏറെ വിവാദമായിരുന്നു പത്തനംതിട്ട പീഡന കേസിലെ 62ഓളം ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിന്റെ കുറ്റപത്രം സമർപ്പിക്കുന്ന ഇതിലേക്ക് പോലീസ് അതിവേഗം നീങ്ങുകയാണ്. അല്ല, അത് ആഴ്ചകളിലേ ആയുള്ളൂ. പെൺകുട്ടി കുറ്റപത്രത്തിലേക്ക് എത്താറായോ സുജു? അതെ, കുറ്റപത്രം തയ്യാറാക്കുന്ന അതിലേക്ക് പോലീസ് നീങ്ങുകയാണ്. തയ്യാറാക്കിയിട്ടില്ല, അതിലേക്ക് നീങ്ങുകയാണ് അതിവേഗം. നമ്മൾ ആലോചിക്കുക, വാർത്ത പുറത്തു വന്ന ശേഷം 60-ലധികം പ്രതികൾ ഉണ്ടെന്നുള്ള വിവരം ലഭിക്കുന്നു. അത്രയും ആളുകളുണ്ട്, 62 ആളുകളെ പോലീസ് അതിവേഗം അറസ്റ്റ് ചെയ്യുന്നു. അതിന് സംസ്ഥാന സർക്കാർ ഇൻട്രീം കോമ്പൻസേഷൻ ആ പെൺകുട്ടിക്ക് നൽകുകയും ചെയ്തു. അത്തരം അന്വേഷണ പുരോഗതി വളരെ വേഗത്തിലായിരുന്നു. ശരി, ഏതായാലും സുജു, ഈ വാർത്ത ഇന്നത്തെ ഒരു ദിവസവും ഇനി അങ്ങോട്ടും ഈ 2-3 വാർത്തകൾ 2-3 കേസുകളുമായി ബന്ധപ്പെട്ട അതിൻ്റെ തുടർ വിവരങ്ങളൊക്കെ വാർത്തകളിലേക്ക് സുജു സജീവമായി എത്തിക്കും എന്നുള്ളത് ഉറപ്പാണ്. കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല വിൻഷ.